ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 327. നമ്മൾ 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് പ്രശ്നം 5 നോക്കുന്നത്. അപ്പം എന്താണ് പറയുന്നതെന്ന് നോക്കാം. 1 സത്യകാമൻ എന്നൊരാൾ ഓംകാരത്തെ യാതൊരു മനുഷ്യൻ ആജീവാനന്തം അവൻ്റെ ജീവിതത്തിൽ ഓംകാരത്തെ ശരിയായ രീതിയിൽ ഉപാസിച്ചാൽ അതുവഴി അവന് ഏത് ലോകവും പ്രാപിക്കാൻ കഴിയും, ഏത് ഫലവും കിട്ടുമെന്ന് പറയുന്നു. അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഓംകാര രൂപത്തിൽ ശരിയായ രൂപത്തിൽ ഉപാസിച്ചാൽ അവന് കിട്ടുന്ന ഫലം എന്താണോ അവൻ ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണോ അവൻ ഉപാസന നടത്തിയത്, അതവന് കിട്ടുമെന്ന് പറയുന്നു. അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഓംകാരം? ഓംകാരത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അപ്പോൾ ഓം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഉ മ, അതായത് ആദ്യം ഈ പ്രപഞ്ചത്തിൽ നിന്നെല്ലാം വലിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അമർത്തിയിട്ടാണ് ആദ്യത്തെ സൃഷ്ടി നടന്നത്. പ്രപഞ്ചം ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയായിരുന്നു, ശൂന്യമായിട്ട്. അതിൽ ബ്രഹ്മം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഊർജവും അതിലൂടെയുള്ള ആദ്യത്തെ കണങ്ങളും. അപ്പം സൃഷ്ടി എന്നത് നിർഗുണമായ ഒരു രൂപവും ഭാവവുമില്ലാത്ത അതിൽ നിന്നും ആദ്യം പ്രപഞ്ചമുണ്ടായത് ഇങ്ങനെ സങ്കോചിപ്പിച്ച ഈ പ്രക്രിയയിലൂടെയാണ്. അങ്ങനെയാണ് നിർഗുണമായ ബ്രഹ്മം സ്വഭാവമുള്ള ദൃശ്യരൂപമായ പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ ആ പ്രക്രിയ മുഴുവൻ ഓം എന്ന ഒരു ചെറിയ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ നമ്മൾ ആ ഓമിനെ ഏത് രൂപത്തിലല്ല, നമുക്ക് ഓം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു രൂപമില്ലാത്ത രൂപത്തിലും ഭാവിക്കാം, ചിന്തിക്കാം. അല്ലെങ്കിൽ അത് തന്നെയാണ് പല രൂപത്തിലായി മാറിയത്, അതിലേതെങ്കിലും രൂപമായിട്ടും ചിന്തിക്കാം. അങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് അവൻ ആ ഫലം കിട്ടും എന്ന് അയാൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാൻ പറയുകയാണ്. 2 പിപ്പലാദം പറയുകയാണ്, സത്യകാമ, ഈ ഓം പരബ്രഹ്മ പുരുഷോത്തമനിൽ നിന്നും ഭിന്നമല്ല. ഓം എന്നത് തന്നെയാണ് പരബ്രഹ്മ പുരുഷോത്തമൻ. പരബ്രഹ്മ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതിൽ നിന്നാണ് രൂപവും ഭാവവും ഇല്ലാതെ ഉള്ള പ്രപഞ്ചമുണ്ടായത്. അത് ഓം എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ ഓമാണ് അദൃശ്യരൂപമായ ബ്രഹ്മത്തെ ദൃശ്യരൂപമായ പ്രപഞ്ചമാക്കി മാറ്റിയത്. അതായത് അതിനെ സങ്കോചിപ്പിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കണങ്ങളാക്കി മാറ്റിയിട്ട് പിന്നെ ആ കണങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ എല്ലാം കൂടിയിട്ടാണ് പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് ആ ഓമിനെ തന്നെ നമ്മൾ പരബ്രഹ്മ പുരുഷോത്തമനായിട്ട് കാണാം. പിന്നെയോ ഭിന്നമല്ല. അപ്പോൾ അതിനെ പരബ്രഹ്മ പുരുഷോത്തമനായിട്ടും കാണാം, വിരാട് രൂപവുമായിട്ട് കാണാം. കാരണം അത് തന്നെയാണ് വിരാട് രൂപത്തിലുള്ള ഈ പ്രപഞ്ചമായി മാറിയത്, ആ പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ അത് തന്നെയാണ് നിർഗുണമായ ബ്രഹ്മവും അതിൻ്റെ ദൃശ്യരൂപമായ ഈ വിരാട് രൂപം. അപ്പോൾ രണ്ടിനെയും ഓമായിട്ട് കാണുക. അത് അംശബ്രഹ്മമാകുന്നു, അംശമാണ്. ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ് നിർഗുണമായ ബ്രഹ്മം. അതിനതിരില്ല, അതിൽ നിന്നുള്ള ഒരു അംശമാണ് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. അപ്പോൾ അത് അതിൻ്റെ അംശബ്രഹ്മമാകുന്നു. ഈ ഓങ്കാരത്തിനെ ജപം, സ്മരണം, ചിന്തനം ഇവ കൊണ്ട് മാത്രം ഇവ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ട് തന്നെ അവർ എന്തായിത്തീരുന്നു? അവർ വിജ്ഞാന സമ്പന്നനായ മനുഷ്യനായിത്തീരുന്നു. അപ്പം ഇതിനെ എപ്പോഴും ആര് സ്മരിക്കുന്നുവോ, ജപിക്കുന്നുവോ, ഓം ആര് ജപിക്കുന്നുവോ, സ്മരിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ, ഇത് 3 ചെയ്യണം. ഓമിലൂടെ നമ്മൾ ഈ പ്രപഞ്ചം, ഈ നിർഗുണമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന സത്യം മനസ്സിലാക്കുന്നുവോ അവൻ എന്തു പറ്റും? വിജ്ഞാന സമ്പന്നനായ അവൻ അദ്ദേഹത്തെ പ്രാപിക്കുന്നു. അവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം
സാധിക്കുകയുള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം. ഇവിടെ ആദ്യം രൂപവും ഭാവവും ഇല്ലാതെ ഒരു ബ്രഹ്മമുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു അംശമാണ് ഈ പ്രപഞ്ചമായിട്ട് വിരാട രൂപമായിട്ട് മാറിയത്. അതായത് ഏതെങ്കിലും ഒരുവൻ ഈ വിരാട് രൂപത്തെ, വിരാട് രൂപത്തിലാണ് അത് പ്രകടമായത്, അല്ലെങ്കിൽ ഈ പരബ്രഹ്മ പുരുഷോത്തമന്റെ ഏതെങ്കിലും ഒരു അംശത്തെ പ്രാപിക്കുവാനായി അവൻ സ്വയം സ്വന്തം ഭാവനക്കനുസരിച്ച് ഉപാസിക്കുന്നുവോ ആ അംശത്തെ പ്രാപിക്കുന്നു. അതായത് ആ ബ്രഹ്മത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്നവൻ, നിർഗുണമായ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് ചിന്തിക്കുന്നവന് അതായിട്ട് തീരും. എല്ലാം അതിന് പകരം അതിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തെ ഉപാസിക്കുന്നുവോ, അവൻ്റെ ഭാവനക്കനുസരിച്ച് ഉപാസിക്കുന്നുവോ, അവൻ അതായിത്തീരും. അവൻ്റെ ലോകം അതായിത്തീരും. അതായത് നിർഗുണാവസ്ഥയിലുള്ള ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നുണ്ട്, അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടും. അല്ല വിരാട് രൂപത്തിലുള്ള പ്രപഞ്ച രൂപത്തിലാണ് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ബൗദ്ധികവാദിയായിട്ട് മാറും. ഭക്ഷണവും അത് തന്നെയാണ്, വിരാട രൂപമാണ്, അതിൻ്റെ അംശമാണ്. അപ്പോൾ ഒരുത്തൻ ഭക്ഷണത്തെ പറ്റിയാണ് എപ്പോഴും തിന്നണം കുടിക്കണം ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ലോകം അതായിട്ട് മാറും. ഒരുത്തന്നെ പെണ്ണ് കെട്ടണം എന്ന് വെച്ച് നടക്കുകയാണെങ്കിൽ ഏത് സമയം ആ തരത്തിൽ ചിന്തയാണെങ്കിൽ അത് നാട്ടിൽ അറച്ചു അവന് പെണ്ണായിരിക്കും. അത് നമ്മൾ വേറൊരു ഉപനിഷത്തിൽ കണ്ടയാണ്. അപ്പം അതിൻ്റെ ഈ നിർഗുണമായ അവസ്ഥയും രൂപവും ഭാവവും ഇല്ലാത്ത അവസ്ഥയും പിന്നെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപത്തിൽ വിരാട് രൂപത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശമായിട്ട് അവൻ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതായിത്തീരുമെന്ന് പറയുകയാണ്. അപ്പം നമുക്ക് പണം തന്നെയാണ് എന്ന് ചിന്തിച്ച് കടന്നു കഴിഞ്ഞാൽ എപ്പോഴും പണമായി മാറും. അവൻ്റെ ലോകം അതായിട്ട് മാറും. ആ തരത്തിൽ ഓമിനെ ഉപാസിച്ചാൽ അങ്ങനെ. എന്നാ പരബ്രഹ്മ പുരുഷോത്തമനെ, അന്തരാമിയായ പരബ്രഹ്മ പുരുഷോത്തമനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള അന്തരാമിയായ പരബ്രഹ്മ പുരുഷോത്തമന്റെ രൂപത്തിൽ ഉപാസിക്കുന്നു. അപ്പോൾ ഉള്ളിലുള്ള ബ്രഹ്മം എങ്ങനെയാണ്? അതിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല, നമുക്ക് മനസ്സാത അവസ്ഥയിലാണ്. അപ്പം ആ രൂപത്തിൽ അവന് ആ ബ്രഹ്മത്തെ ഓമിനെ ഉപാസിക്കുകയാണെങ്കിൽ അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇനി 3 ഓങ്കാരത്തെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യൻ. അപ്പൊ എങ്ങനെയെല്ലാം ചിന്തിക്കാമെന്ന് പറയാണ്. വിരാട് പരമേശ്വരന്റെ വിരാട് രൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ഭൂഭുവ സ്വർഗം, ഈ 3 കൂടിയതാണ് സ്വർഗം. ഈ 3 രൂപങ്ങളിൽ നിന്നും ഭൂലോകത്തിന്റെ ഐശ്വര്യത്തിൽ ആസക്തനായി ഈ ഭൂലോകം, ഈ പ്രപഞ്ചത്തിൽ വിരാട് രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ ചിന്തിച്ചുകൊണ്ട്, അതായത് ആ വിരാട് രൂപം ചിന്തിച്ചുകൊണ്ട് ഓങ്കാരത്തെ ഉപാസിച്ചാല് അവൻ അതിൻ്റെ ഐശ്വര്യത്തിൽ പ്രേരിതനായി ഭൂലോകത്തിൽ വന്ന് ജനിക്കും, ഈ ഭൂമിയിൽ വന്ന് ജനിക്കും. ഓങ്കാരത്തിന്റെ ആദ്യ മാത്ര ഋഗ്വേദമാണ്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ 3 ലോകങ്ങളുടെയും കാര്യങ്ങൾ അടങ്ങിയ ശാസ്ത്രമാണ് ഋഗ്വേദം. അപ്പൊ ആ മാത്രയിലാണ് അവൻ അത്രയും വിശാലമായ ഒരു ചിന്ത ഋഗ്വേദം പഠിക്കാൻ കഴിവുള്ളവനായിട്ട് പ്രപഞ്ചം മുഴുവൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിന്ത, ഉയർന്ന ചിന്തയിലുള്ള ആ ഒരു അവസ്ഥയിൽ അവൻ ജനിച്ചിട്ട് അതിന് ഋഗ്വേദത്തിന് 3 ലോകങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. ആ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനുള്ള വിരാട രൂപത്തിന്റെ വർണ്ണനയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ 3 ലോകങ്ങളെ 14 ലോകങ്ങളുടെ കാര്യങ്ങളും ഋഗ്വേദത്തിലുണ്ട്. അത്തരം ഉയർന്ന ചിന്തകൾ കൊണ്ട് അവന് ആ ഋഗ്വേദ മന്ത്രങ്ങളാൽ, അതായത് അത്രയും ഉയർന്ന ശാസ്ത്ര തത്വങ്ങളാൽ മനുഷ്യ ശരീരമായിട്ട്, അങ്ങനെയുള്ള ശാസ്ത്രജ്ഞാനം നേടുന്ന ഒരു മനുഷ്യ ശരീരമായിട്ടാണ് അവൻ ഭൂമിയിൽ പിറക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യ ജന്മത്തിൽ അവൻ തപം, ബ്രഹ്മചര്യം, പിന്നെയോ ഉത്തമമായ ആചാരങ്ങൾ അനുഷ്ഠിച്ച് വേദങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം കർമ്മങ്ങൾ ചെയ്ത് ശ്രേഷ്ഠ മനുഷ്യനായിട്ട്
എല്ലാ ഐശ്വര്യങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ ജനിച്ചിട്ട് സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. പിന്നെ അവന് നീചയോനികളിൽ പിറക്കേണ്ടതായിട്ട് വരില്ല. അത്രയും ഉത്തമമായ നിലയിൽ മനുഷ്യജന്മം നയിക്കുന്നവൻ, 3 ലോകത്തെയും ഓങ്കാരത്തിലൂടെ ഉപാസിക്കുന്നവൻ, ഋഗ്വേദത്തെ ഉപാസിക്കുന്നവൻ, അതിനനുസരിച്ച് ഉയർന്ന നിലയിൽ ചിന്തിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ, അങ്ങനെയാണ് അവൻ ഓങ്കാരത്തെ ഉപാസിക്കുന്നുവെങ്കിൽ അവന് നീചയോനികളിൽ ജനിക്കേണ്ടതായി വരുന്നില്ല. അവന് മരണശേഷം വീണ്ടും മനുഷ്യയോനിയിൽ തന്നെ അവൻ ജനിക്കും. അപ്പം മനുഷ്യയോനിയിലാണ് ജനിക്കുക. ശുഭകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് നാനാപ്രകാരത്തിലുള്ള സുഖങ്ങളെ അനുഭവിക്കുന്നു. അതായത് അത്തരം മനുഷ്യര്, അതായത് ഋഗ്വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയിട്ട്. അപ്പൊ അവൻ 3 ലോകങ്ങളെയാണ് ഉപാസിക്കുന്നത്, അല്ലാതെ നിർഗുണമായ ബ്രഹ്മത്തെയല്ല, അന്തരാമിയായ ബ്രഹ്മത്തെ. അതിന് രൂപം പാവൂല. അതിനെ ഉപാസിച്ചു കഴിഞ്ഞാല് ബ്രഹ്മസാക്ഷാത്കാരം നേടി എന്ന് പറയും. എല്ലാ ഭൗതിക ലോകത്തില് ഈ 3 ലോകങ്ങളെയും കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഈ ഭൗതിക ലോകത്തിൽ വലിയ മനഹാനായി ജനിച്ചിട്ട് ജ്ഞാനങ്ങളെല്ലാം നേടിക്കൊണ്ട് ഇവിടെ സുഖഭോഗങ്ങൾ അനുഭവിക്കും. വീണ്ടും അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യയോനിയിൽ ജനിക്കും മരിച്ചാൽ. എന്നാൽ 4 പറയുന്നു, ഒരാള് വിരാട് പുരുഷന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂഭുവ എന്നീ 2 ഐശ്വര്യങ്ങളിൽ ആകൃഷ്ടനായി. അവനിവിടെ ഭൗതിക ലോകത്തില് ഭൂഭുവത്തിൽ മാത്രം ആകൃഷ്ടനായിട്ട്, അതായത് ഭൂമിയിലും ഭൂമിയുടെ മുകളിലുള്ള സ്ഥലവും സ്പേസും അന്തരീക്ഷവും എല്ലായിട്ടുള്ള കാര്യത്തിലാണ്. അതായത് അവൻ ഭൗതികവാദിയാണ്. അങ്ങനെ ഓങ്കാരത്തെ ഉപാസിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സിൽ ഈ ലോകത്തെ മാത്രം, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയും ഇതിനു ചുറ്റുമുള്ള അന്തരീക്ഷം എല്ലാണെന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ഓങ്കാരത്തെ ഉപാസിക്കുന്നുവെങ്കിൽ അവൻ ചന്ദ്രലോകത്തെയാണ് പ്രാപിക്കുക. കാരണം അവൻ മനസ്സിന് പ്രേരിതമായിട്ടാണ് ജീവിക്കുന്നത്, സുഖത്തിന്റെ പിന്നാലെ. അവൻ വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. അവിടെ നാനാപ്രകാരത്തിലുള്ള ഐശ്വര്യങ്ങൾ നേടി ഉപാസനയുടെ പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോഴും അവൻ മരിച്ചു കഴിഞ്ഞാലും മുകളിൽ പോയിട്ട് ചന്ദ്രലോകത്ത് പോയിട്ട് അങ്ങനെ ആ അന്തരീക്ഷത്തിൽ അങ്ങനെ നിന്നിട്ട് അവന്റെ പുണ്യമെല്ലാം തീരുമ്പോൾ അവൻ എവിടെ തന്നെ ജയിക്കുന്നു? മനുഷ്യയോനിയിലോ മറ്റ് നീചയോനിയിലോ ജനിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭൗതികവാദികളായ മനുഷ്യര് മനുഷ്യയോനിയിലോ നീചയോനിയിലോ ആണ് ജനിക്കുക. അവനപ്പം മനുഷ്യനായിട്ടും ജനിക്കാം. അപ്പൊ അവൻ യജുർവേദത്തിലെ കാര്യങ്ങളാണ്, അവൻ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുക. യജുർവേദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനുള്ളതാണ്. യജുർവേദം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയും അതിന് ചുറ്റുമുള്ള നമ്മളെ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദത്തിൽ. അപ്പൊ ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം നയിക്കുമ്പോൾ അവൻ ചിലപ്പോൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കും, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളായിട്ടെല്ലാം മറ്റുള്ള യോനികളിലും ജനിക്കാം. ഇനി 5 ഒരുവൻ ഈ ലോകത്തിന്റെയും സ്വർഗലോകത്തിന്റെയും മുകളിലുള്ള കാര്യങ്ങളെല്ലാം അഭിലഷിച്ചുകൊണ്ട്, ഐശ്വര്യത്തെ അഭിലഷിച്ചുകൊണ്ട്, അവന് നല്ല ഐശ്വര്യം നേടണമെന്നുള്ള ചിന്തയോടുകൂടി പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കിയിട്ട് അവൻ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചോളൂ. അവന് ഈ ലോകത്തിലെ കാര്യങ്ങളെക്കാട്ടിയും ഇതിന്റെ മുകളിലുള്ള പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ അപ്പുറമുള്ള പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ ഐശ്വര്യം അഭിലഷിച്ചുകൊണ്ട് ഓംകാരത്തിലൂടെ ഉപാസിക്കുകയാണെങ്കിൽ 3 മാത്രകളോടുകൂടി അതിനെ ഉപാസിച്ചിട്ട്, ഓംകാരത്തിന് എന്തുണ്ട്? ആ ഊമ, അതായത് പൂർണ്ണ രൂപത്തിൽ ബ്രഹ്മത്തെ, പൂർണ്ണ രൂപമാകുമ്പോൾ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ ഉപാസിച്ചുകൊണ്ട് സർപ്പം പടം കഴിക്കുന്നത് പോലെ, സർപ്പം അതിൻ്റെ ശരീരത്തിലെ പടം കഴിക്കുന്നത് പോലെ, നമ്മുടെ പടം ഏതാണ്? ശരീരത്തിൻ്റെ, നമ്മൾ ആത്മാവാണ് ഉള്ളില്, ശരീരം അതിൻ്റെ സർപ്പത്തിൻ്റെ പടം പോലെയാണ്.
നിർവികാരനായി തീരുന്നു. അതായത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചനം നേടി നിർവികാരനായി തീരുന്നു. അങ്ങനെയുള്ളവൻ നിർവികാരനായി തീരും. പരബ്രഹ്മത്തെ മാത്രം ആശ്രയിച്ചിട്ട് അവൻ കഴിയുകയാണ്. ഈ ശരീരത്തെ സർപ്പം അതിൻ്റെ പടം കഴിക്കുന്നത് പോലെ ശരീരവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിചാരങ്ങളെയെല്ലാം കളഞ്ഞിട്ട് നിർവികാരനായിട്ട് എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നിർവികാരനായിട്ട് തീരുന്നു. അവൻ സാമവേദ മന്ത്രങ്ങളാണ് ആശ്രയിക്കുന്നത്. സാമവേദം എന്ന് പറയുമ്പോൾ എന്താണ്? കെമിസ്ട്രിയാണ്. ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്? അവൻ അകന്ന് അന്വേഷിച്ച് ആറ്റത്തിൽ നിന്നാണ്, ആറ്റത്തിന്റെ ഊർജത്തിൽ നിന്നാണ്, അങ്ങനെ ഉള്ളോട്ട് പോയി അതായത് ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതമാണത്. സാമവേദത്തെ ആശ്രയിച്ച് സാമവേദ മാർഗത്തിൽ കൂടി, മന്ത്രങ്ങളിൽ കൂടി സൂര്യമണ്ഡലവും കടന്ന് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അങ്ങ് ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരും മരിക്കുമ്പോൾ. അങ്ങനെ ചിന്തിച്ച് ജീവിതം കഴിച്ചു കൂട്ടി അവസാനം മരിക്കുമ്പോൾ അവൻ സൂര്യമണ്ഡലവും കടന്നിട്ട് എവിടത്തേക്ക് പോകും? ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ അവൻ ചേതനാസ്വരൂപമായ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അവൻ തൻ്റെ ശക്തിയുടെ അല്പ അംശം കൊണ്ട് സൂര്യന്റെ ജഗത്തിനെ വഹിക്കുന്നു. അവൻ തൻ്റെ ശരീരത്തിന്റെ അല്പശക്തി കൊണ്ട്, അവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ചെറുതാണ്. ഈ ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ അംശമാണ്. പക്ഷെ അവൻ ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുമ്പോൾ അവൻ ബ്രഹ്മം തന്നെയായിട്ട് മാറുകയാണ്. അവൻ ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ അംശമാണെങ്കിലും അതിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ അവൻ ബ്രഹ്മസമാനമാണ്. നമ്മളിപ്പം ഒരു നദി ചെറുതാണ് സമുദ്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അത് സമുദ്രം രണ്ടും വേറെയാണ്. പക്ഷെ ആ നദി സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാലോ കുറച്ചാണെങ്കിലും അത് പിന്നെ സമുദ്ര സമാനമായി മാറും. അതുപോലെ അവൻ ബ്രഹ്മസമാനമായി ജഗത്തിനെ വഹിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ വഹിക്കുകയാണ് ആ അല്പം അംശം കൊണ്ട്. സമ്പൂർണ്ണ പ്രപഞ്ചത്തിൽ നിറയും. ഇപ്പോൾ ഒരു സമുദ്രത്തില് നദി പോയി ചേർന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ നിറയല്ലോ. അതുപോലെ ഇവനും അത് മുഴുവൻ, ആ ബ്രഹ്മം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നിറയും. എന്നിട്ട് അതേസമയം അവൻ അന്തരാമിയായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പം അവൻ ബ്രഹ്മത്തിൽ പോയി ലയിച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിറയും. ആ ബ്രഹ്മം തന്നെയാണ് ഉള്ളത് എല്ലാ ജീവികളുടെ ഉള്ളിലും അന്തരാമിയായിട്ട് ഇരിക്കുന്നത്. ഇനി 6 പറയുകയാണ്, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാം ഓംകാര സ്വരൂപമായ പരബ്രഹ്മ പുരുഷോത്തമന്റെ വിരാട് സ്വരൂപമാണ്. നാം ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടല്ലോ അതെല്ലാം പരബ്രഹ്മ പുരുഷോത്തമന്റെ വിരാട് രൂപമാണ്. അതായത് ദൃശ്യരൂപമാണ്. അദൃശ്യമായ ബ്രഹ്മമാണ് ദൃശ്യരൂപത്തിൽ ഇങ്ങനെ പ്രകടമായത്, അതിൻ്റെ ഒരു അംശം. ഇപ്പം ഓംകാര സ്വരൂപമായ ബ്രഹ്മ പുരുഷോത്തമന്റെ വിരാട് സ്വരൂപമാണ്. അത് യഥാർത്ഥ രൂപമല്ല. എന്നാൽ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ വിരാട് സ്വരൂപമല്ല, അത് ഒരു അംശം അതായിട്ട് മാറിയതാണ്. അതുകൊണ്ട് ഈ വിരാട് സ്വരൂപം പരിവർത്തനത്തോടു കൂടിയതാണ്. ഈ പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് കാണുന്നവരെ ആണെന്നില്ല നാളെ. പക്ഷെ ബ്രഹ്മത്തിനെന്തില്ല, അങ്ങനെ മാറ്റമൊന്നുമില്ല. അതിന് രൂപമില്ല, ഭാവമില്ല, ഒരു ഗുണമില്ല, ഒന്നും പറയാനും പറ്റില്ല. ഇതിൽ ജീവിക്കുന്നവൻ, ഈ വിരാട് രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അമരന്മാരാകില്ല. അവർ ഉത്തമന്മാരാകാം, നല്ല വ്യക്തികളായി തീരാം, ബുദ്ധിമാന്മാര്, ശാസ്ത്രജ്ഞന്മാരെല്ലാം ആയി തീരാം. പക്ഷെ അവർക്ക് ജനന മരണത്തെ മറികടക്കാൻ പറ്റില്ല. ശാസ്ത്ര ലോകത്തെ മുഴുവൻ കീഴടക്കിയാലും അവന് ജനന മരണത്തെ മറികടക്കാനാവില്ല. അതിൻ്റെ ഒരംശമായ ഭൂഭുവം സ്വർഗത്തിൽ ആസക്തനായാൽ, അതായത് ഭൂഭുവ സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ വിരാട് രൂപം, ഈ ദൃശ്യമായ പ്രപഞ്ചത്തിൽ ആസക്തനായി പോയാൽ അവരാണ് ശാസ്ത്രജ്ഞന്മാര്. അവരായി പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് പരിശോധിച്ചുകൊണ്ട് കിടക്കുന്നവരാണ്. അപ്പൊ അവരെ ഈ ഭൂഭുവ സ്വർഗത്തിൽ ആസക്തനായി പോവുകയാണ്. അവർ പരമേശ്വരനിലെത്തില്ല. ഇപ്പം ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒന്നും അങ്ങ് പരമേശ്വരനിലെത്തില്ല. അവർക്കെന്ത് വേണം? ഇടയ്ക്കിടയ്ക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതിൽ തന്നെ ആര് തൻ്റെ ഉള്ളിലും പുറത്തുമുള്ള പരമേശ്വരനെ പ്രാപിക്കുവാൻ ഓങ്കാരത്തെ ഭജിക്കുന്നുവോ
എന്നാൽ പുറത്തും അകത്തും എല്ലാമുള്ള ദൃശ്യമായ ആ ബ്രഹ്മത്തെ ഓങ്കാര രൂപത്തിൽ പ്രാപിക്കുവാൻ ആ പരമേശ്വരനെ പ്രാപിക്കുവാൻ ഓങ്കാര രൂപത്തിൽ ഉപാസിക്കുന്നുവോ, സ്മരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവൻ ആ സൽക്കർമ്മം ആ കർമ്മങ്ങളെല്ലാം ആർക്ക് വേണ്ടി? പരമേശ്വരനായിട്ട് ചെയ്യുന്നുവോ, എന്നിട്ട് അതിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നു. എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരമേശ്വരനാണ് എന്ന നിലയിൽ കർമ്മം ചെയ്യുക. എന്നിട്ട് ആ പരമേശ്വരനിൽ നിന്നും വ്യതിചലിക്കാതെ കഴിയുന്നുവോ, അവന് എന്ത് സാധിക്കും? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം തുറന്നു കിട്ടും. ഇനി 7 ഒരംശത്തിൽ ലക്ഷ്യമിട്ട് ഉപാസിക്കുന്നവൻ. ഈ ലോകത്തെ 3 ലോകത്തെ മാത്രമല്ല, അതിലെ ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട്, അല്ലെ ജോലിയെ പറ്റി, അല്ലെ പണത്തെ പറ്റി, ഏതെങ്കിലും ഒരു അംശത്തിൽ ലക്ഷ്യമിട്ട് ഉപാസന നടത്തുന്നവൻ ഋഗ്വേദ മന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യുക. അവൻ മനുഷ്യലോകത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. എവിടെ? മനുഷ്യരായിട്ട് തന്നെ ചെയ്യും. പക്ഷെ അവൻ ഉപാസിക്കുന്നത് ഋഗ്വേദ മന്ത്രങ്ങളെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചിന്തിച്ചുകൊണ്ട് നല്ല നിലയിൽ ജീവിതം നയിക്കുന്നു. ഋഗ്വേദ മന്ത്രം എന്ന് പറയുമ്പോൾ എല്ലാം, ഈ പ്രപഞ്ചത്തിലെ എല്ലാം 3 ലോകങ്ങളെയും, അതായത് ഭൂമി, ഭുവം, സ്വർഗം, ഇതിനെല്ലാം ചിന്തിച്ച് ഇതിനെപ്പറ്റി അതിൻ്റെ അപ്പുറമുള്ള നിർഗുണഭാവമല്ല, ഈ പ്രപഞ്ചത്തെ വിരാട് രൂപത്തെ ചിന്തിച്ചുകൊണ്ട് ഉപാസിക്കുന്നവന് ഋഗ്വേദത്തിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യലോകത്ത് തന്നെയാണ് പിന്നെ ജനിക്കുക. 2 മാത്രകൾ ഉപാസിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞ ഭൂഭുവം, അതായത് ഭൂമിയും ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നവൻ അവന് ഭൗതികവാദിയാണ്. അത്ര വലിയ ചിന്തയൊന്നുമില്ല, പ്രപഞ്ച കാര്യങ്ങളൊന്നും അവൻ അറിയണ്ട. ഈ ഭൂമിയിൽ അവൻ യജുർവേദത്തെ ആശ്രയിക്കുന്നു, അവൻ ചന്ദ്രലോകത്തെയാണ് പ്രാപിക്കുന്നതെന്ന് നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഓങ്കാരത്തിന്റെ പൂർണ്ണ രൂപത്തിൽ ഉപാസിക്കുന്നവൻ, ഓങ്കാരത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാല് വിരാട രൂപമുണ്ട്, അതിന്റെ മുമ്പിലുള്ള ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ബ്രഹ്മം, ആ നിർഗുണമായ ബ്രഹ്മം. അതാണ് ഈ ഓങ്കാരത്തിലൂടെ കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ദൃശ്യപ്രപഞ്ചമായി മാറിയത്, വിരാട രൂപമായി മാറിയത്. അപ്പൊ ആ ഊമ ഈ 3 അവസ്ഥകളിലൂടെയും, അപ്പം ഇതിനെയെല്ലാം ഉപാസിക്കുന്നവൻ എന്ന് പറഞ്ഞാല് പ്രപഞ്ചം ഉണ്ടായതിനെപ്പറ്റി പോലും ചിന്തിച്ചുകൊണ്ട് പോകുന്നവൻ സമസ്ത ലോകത്തിന്റെ നാഥനും വികാരരഹിതനുമായ പരബ്രഹ്മത്തിലേക്ക് എത്തുന്നു. അവൻ മാത്രം ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നേടുന്നവര് ഈ വിരാട രൂപവും കടന്ന് അതിൻ്റെ അപ്പുറത്തുള്ള നിർഗുണമായ ബ്രഹ്മത്തെ ഉപാസിക്കണം. അവന് പിന്നെ എന്തില്ല? വാർദ്ധക്യമില്ല, മരണമില്ല, ഭയമില്ല. അവൻ അമരനാണ്, നിർഭയനാണ്, ശ്രേഷ്ഠ പുരുഷോത്തമൻ തന്നെയായിത്തീരുന്നു. ആ പരബ്രഹ്മ പുരുഷോത്തമൻ തന്നെയായിട്ട് അവൻ മാറുന്നു.